ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് രാവിലെ എണീറ്റപ്പോൾ തന്നെ ജോർജുട്ടി സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് രണ്ടുപേർ കൂടെ ഒരു ലോങ് ഡ്രൈവിന് പോകണമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും രാവിലെ കാർ എടുത്ത് ഇറങ്ങിയതാണ്. നേരെ പോയത് വാഗമണ്ണിലുള്ള ഈ ഒരു വ്യൂ പോയിന്റിലോട്ടാട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് 30-45 മിനിറ്റ്സേ ഉള്ളൂ ഈ ഒരു പോയിന്റിലോട്ട്. പക്ഷെ വളരെ റയർ ആയിട്ടാണ് നമ്മളിവിടെ വരാറുള്ളത്. കുറേ നേരം അവിടെ ഇറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നേരെ പോകാൻ പോകുന്നത് വാഗമണ്ണിലുള്ള മെഡോസിലോട്ടാണ്. വാഗമൺ മെഡോസ് എന്ന് മൊട്ടൊക്കെ നോക്കി ഇതിന് പറയും. പച്ചപ്പും ഹരിതാപയൊക്കെ പ്രതീക്ഷിച്ചു പോയ എന്നെ കാത്തിരുന്നത് ഉണങ്ങി വരണ്ട് കിടക്കുന്ന വാഗമൺ മെഡോസ് ആയിരുന്നു കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഒരു മരുഭൂമിയുടെ എഫക്റ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. കുറെ നേരം അതിലൂടെ കറങ്ങി നടന്ന് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ കേട്ടോ. തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഞാൻ ഒരു ഐറ്റം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആ ഐറ്റം വാങ്ങാൻ പോവാണ്. ഇതാണ് ആ ഐറ്റം, ഇയർ മഫ്സ് ആട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് വാങ്ങി നമ്മൾ നേരെ പോയത് വാഗമണിൽ തന്നെയുള്ള പൈൻ വാലിയിലോട്ടാണ്. എന്താണെന്ന് അറിയില്ല, എത്ര നട്ടുച്ചയ്ക്കും എത്ര വെയിലത്തും ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. എ സി ഇട്ട പോലത്തെ തണുപ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി ഒരു ഐസ്ക്രീമും വാങ്ങി ഡ്രൈവ് തുടരും കേട്ടോ. കുട്ടിക്കാലം ലക്ഷ്യം വെച്ചിട്ടാണ് യാത്ര പോകുന്നത്. അവിടെ രണ്ട് റെസ്റ്റോറൻ്റ് ആണ് നമ്മുടെ ഓപ്ഷനിലുള്ളത്. ഒന്ന് ഓപ്പൺ കിച്ചണും ഒന്ന് തേയില എന്ന് പറഞ്ഞ് ഈ ഒരു റെസ്റ്റോറൻറ്റും. ഫൈനലി ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി തന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ഈ ഒരു റെസ്റ്റോറൻറ്റ്. കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി, അങ്ങനെ കയറിയതാട്ടോ. ഒരുപാട് ഡെസേർട്സിനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഡ്രാഗൺ ചിക്കനും സ്പൈസി ഓറഞ്ച് ചിക്കനും നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുള്ളത്. ഡെസേർട്ടായിട്ട് ഡബിൾ ചോക്ലേറ്റ് മൂസും പിന്നെ ഒരു വാൽനട്ട് ബ്രൗണിയും. ഡെസേർട്ടൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല സർവീസും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു റെസ്റ്റോറൻറ്റ്. ഡ്രൈവ് തുടരുന്നത് കുമിളിലോട്ടാട്ടോ. കുമിളി വരെ പോകാം, കറങ്ങി തിരിച്ച് വീട്ടിൽ പോകാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ കുമിളി എത്തിയപ്പോഴത്തേക്കും പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറി. ഒരു സ്ഥലം വരെ പോകാം, ഒരു ഐറ്റം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ജോർജൂട്ടി എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് മുല്ലപ്പെരിയാർ റൂട്ട് വെള്ളം കൊണ്ടുപോകുന്നതായി പെൻസ്റ്റോക്ക് പൈപ്പൊക്കെ കണ്ടു. ഈ ഒരു റൂട്ട് കാണുമ്പോൾ പലർക്കും മനസ്സിലാവുന്നുണ്ടാവും എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അതെ, കമ്പം തേനു റൂട്ടാട്ടോ. ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാനോട്ടോ നമ്മൾ ഇത്രയും ഡ്രൈവ് ചെയ്ത് ഇവിടെ വരെ വന്നത്. മധുരൈ ഫേമസ് ജിഗർദണ്ഡ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുവാട്ടോ. അവിടുത്തെ സ്പെഷ്യൽ ജിഗർദണ്ഡയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കും ഓർഡർ ചെയ്ത ജിഗർദണ്ഡ എത്തി. ആ സന്തോഷമായിട്ട് എൻ്റെ മുഖത്ത് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഐറ്റം കഴിക്കുന്നത്. കഴിച്ചപ്പോൾ കൊള്ളാമെന്ന് തോന്നി. നല്ല റിഫ്രഷിംഗ് ആണ്, പക്ഷെ ഒരു മസ്റ്റ് ട്രൈ ഒന്നും അല്ല കേട്ടോ. തൊട്ടടുത്ത് കണ്ട ഷോപ്പിൽ നിന്ന് കുറേ ചോക്ലേറ്റും വാങ്ങി ഡ്രൈവ് തുടരുക കേട്ടോ. വന്ന വഴി തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രൈവ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള റൂട്ടാണ് ഈ ഒരു കമ്പം തേനൂർ റൂട്ട്. പോകുന്ന വഴി ഓരോ സ്ഥലത്തും നിർത്തി പിന്നെയും പിന്നെയും കാഴ്ചകളൊക്കെ കണ്ടു തന്നെയാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.